നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച യുവാവ് മരിച്ചു. ഭരണഘടനയെ മൂല്യങ്ങൾ സംരക്ഷിച്ചു മുറുകെ പിടിച്ചു മുന്നോട്ടു പോകണമെന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്ര മാറാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കാളിപൂജയും വരുണപൂജയും മീനൂട്ടും നടത്തി. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. മലപ്പുറം തൃപ്രങ്ങോട് സ്വദേശി വടക്കേ പറമ്പിൽ വീട്ടിൽ മാരിയപ്പന്റെ മകൻ 40 വയസ്സുള്ള വിശ്വനാഥനാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് റോഡിൽ കിടക്കുകയായിരുന്ന യുവാവിനെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ യുവാവ് മരിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ കൊരട്ടിക്കരയിൽ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഭരണഘടനയെ മൂല്യങ്ങൾ സംരക്ഷിച്ചും മുറുകെ പിടിച്ചും മുന്നോട്ടു പോകണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വാലിറ്റിയാണ്, തുല്യത. ആ തുല്യത എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നാം കൃത്യമായി പരിശോധിച്ചു പോകണം. നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ നമുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ നീതി നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് നീതി ലഭ്യമാക്കാൻ നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ഒരു നാടാണ് നമ്മുടേത്. ആ വ്യത്യസ്തകളെ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ആ വ്യത്യസ്തകളെ എവിടെയെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് ആപത്താണ് ഉണ്ടാകുക എന്നുള്ള നല്ല തിരിച്ചറിവുകൂടി 75ാമത് റിപ്പബ്ലിക് ഡേ നാം ആചരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വ്യത്യസ്ത ജാതി മത ഭാഷ ആചാരാനുഷ്ഠാനങ്ങളെ ഉൾക്കൊണ്ട് രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്തി ഐക്യത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഓരോ റിപ്പബ്ലിക് ദിനവും ഓർമ്മപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനുപരി രാജ്യത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയാലേ തുല്യത സാധ്യമാകൂ. ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത രാജ്യം യാഥാർത്ഥ്യമാക്കണം. കൂടാതെ രാജ്യം കൈവരിക്കുന്ന പുരോഗതിയുടെ നേട്ടം സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തുന്നുണ്ടോയെന്ന് നാം സ്വയം വിമർശനം നടത്തണം. ജനാധിപത്യ നീതിയും തുല്യതയും എല്ലാവർക്കും ലഭ്യമാക്കണം. എല്ലാത്തരം വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിക്കണം. വൈവിധ്യങ്ങളുടെ പേരിൽ ആരും വേട്ടയാടപ്പെടരുത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് യുവതലമുറ ഉൾപ്പെടെ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടതെന്നും മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ വ്യക്തമാക്കി. രാവിലെ 9 ഔദ്യോഗിക പരിപാടിക്ക് തുടക്കമായി. ചടങ്ങിനെത്തിയ മന്ത്രിയെ ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, SPC, NCC, ടീം കേരള യൂത്ത് ഫോഴ്സ് ഉൾപ്പെടെ 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. സെയിന്റ് ആൻസ് കോൺവെന്റ്, സെയിന്റ് ജോസഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂൺ പരേഡിന് മികവേകി. വനിതാ സെൽ സബ് ഇൻസ്പെക്ടർ PV സിന്ധു പരേഡ് നയിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി.
ക്ഷേത്രം തന്ത്രി ചെമ്മാലിൻ ബിജു നാരായണൻകുട്ടി ശാന്തി കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്ര മേൽശാന്തി അഖിലേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുക. ക്ഷേത്രം രക്ഷാധികാരി ബൈജു ചന്ദ്രൻ, പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി TM രാധാകൃഷ്ണൻ, ട്രഷറർ മുരളി തറയിൽ, PRO KR സത്യൻ, ശിവൻ തറയിൽ, TS പ്രദീപ്, ലതാ പ്രദീപ്, ഷീജ ശിവൻ, രാജി ശ്രീധരൻ, സജിനി ആനന്ദൻ, നൈന കൊച്ചുതാമി എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് രാത്രി 8 മണിക്ക് കുട്ടികളുടെ കലാപരിപാടികൾ, ശനിയാഴ്ച രാത്രി 8 മണിക്ക് കൊച്ചിൻ മാജിക് വോയിസിന്റെ മെഗാ ഷോ, 28-ന് രാവിലെ കാവടി ആഘോഷം, തുടർന്ന് അന്നദാനം, രാത്രി 8 മണിക്ക് ചിന്തുപാട്ട്, 9 മണിക്ക് ഭസ്മക്കാവടി, 29-ന് പള്ളിവേട്ട മഹോത്സവം, രാവിലെ പ്രഭാത ശീവേലി, വൈകിട്ട് 4-ന് എഴുന്നള്ളിപ്പ്, പകൽപൂരം, വർണ്ണമഴ, രാത്രി 10-ന് പള്ളിവേട്ട, രാത്രി പൂരം, 30-ന് ചൊവ്വാഴ്ച രാവിലെ 9-ന് ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശൻ ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കാളിപൂജയും വരുണപൂജയും മീനൂട്ടും നടത്തും. ക്ഷേത്രം തന്ത്രി സുകുമാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമുക്കെല്ലാം നമ്മളെ കൂട്ടി വളർത്തിയ നമ്മുടെ പൂർവികന്മാരായി നമ്മുടെ ആദ്യ ജന്മം ഇങ്ങോട്ട് നമ്മളെ ജീവിപ്പിക്കുന്ന, നമ്മൾ വളർന്ന് ഇനിയും നമ്മുടെ തലമുറകൾ ഉണ്ടാവാനും അവർക്കെല്ലാം ജീവനും പ്രാണനും ശക്തിയും ബുദ്ധിയും ഉണ്ടാവാനും നമ്മളെ കടലമ്മ അനുഗ്രഹിക്കണം. ആ കടലമ്മയിൽ അധിവസിക്കുന്നതായ മത്സ്യത്തെ, ആ മത്സ്യത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ആ മത്സ്യസമ്പത്ത് എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് നമുക്ക് ജീവിതമില്ല. അങ്ങനെ നമ്മളെ പൂർവികന്മാരായിട്ട് ആദ്യകാലം മുതൽക്ക് നമ്മൾ മത്സ്യബന്ധനം കൊണ്ട് ജീവിക്കുന്ന നമുക്ക് എന്താണ് സമർപ്പണം? ഒരു വർഷത്തിൽ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒരു അന്നദാന സമർപ്പണം. ഒന്നായി കൂട്ടായി നിന്നുകൊണ്ട് ഞങ്ങളുടെ സന്താന പരമ്പര ഒന്നുള്ള കാലം വരെ ഞങ്ങൾക്ക് ഞാൻ തടസ്സമില്ലാതെ കടലമ്മ അനുഗ്രഹിച്ച് മത്സ്യസമ്പത്ത് ഉണ്ടാവണം. ക്ഷേത്ര മേൽശാന്തി പ്രശോഭ് സഹകാർമ്മികനായി. വൈകിട്ട് 7-ന് ഉത്സവത്തിന് കൊടിയേറും. ഫെബ്രുവരി 2-നാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പൊതു ഇടങ്ങളായ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ, പകൽവീട് എന്നിവ വൃത്തിയാക്കിയത്. വാർഡ് മെമ്പർ ഖദീജ പുതിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും
നിങ്ങൾ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആകെ നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരു ഹൈസ്കൂളാണ് ഫിഷറി സ്കൂള്. അവിടുത്തെ NSS യൂണിറ്റിൻ്റെ കുട്ടികൾ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ടീച്ചർമാർ ഉൾപ്പെടെ സജീവമായി നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ സമേതം പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ബാല പാർലമെൻറ്റ് ഈ ഫെബ്രുവരി 3-ാം തീയതി 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ നടത്തുന്നുണ്ട്. അതിലും നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പരിസരം വൃത്തിയാക്കുക, അതുപോലെ തന്നെ സ്കൂളുകൾ, ആശുപത്രികൾ എല്ലാം ഇവിടെ നല്ല രീതിയിലൊരു വയോജന ഇത് പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പോലീസുകാർക്ക് താമസിക്കാൻ സൗകര്യമില്ല. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചതിന് ഭാഗമായിട്ടാണ് അവർ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മലിനീകരണങ്ങൾ ഇവിടെ ഉള്ളത്. പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, PTA പ്രസിഡന്റ് KP ഷാജി, VHSE പ്രിൻസിപ്പൽ PS ജയശ്രീ, പ്രോഗ്രാം ഓഫീസർ M. മായാദേവി, KK സന്തോഷ്, KS മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേവലം ഏതെങ്കിലും ദിവസം വന്ന് വൃത്തിയാക്കി പോകല്ല, നമ്മുടെ വീടും പരിസരവും എല്ലാം നമ്മുടെ വ്യക്തി ശുചിത്വം പോലെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പരിസര ശുചിത്വം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ദൂരേക്ക് വലിച്ചെറിയുകയും നമ്മൾ കുളിച്ച് നല്ല കുട്ടന്മാരായി നടക്കുകയും നമ്മുടെ വേസ്റ്റ് മറ്റുള്ളവരുടെ തൊടിയിലേക്ക് ഇടുന്നൊരു സ്ഥിതിയുണ്ട്. അതൊക്കെ മാറ്റി. പൊളിയാണ് കബീറിന്റെ തേങ്ങ പൊളിക്കൽ. 17 സെക്കൻഡിൽ പല്ലുകൊണ്ട് തേങ്ങ പൊതിച്ച് കബീർ താരമാവുകയാണ്. പെരുമ്പിലാവ് കരിക്കാട് എരച്ചം വീട്ടിൽ 36-കാരനായ കബീർ 17 സെക്കൻഡ് കൊണ്ട് തന്റെ പല്ലിനാൽ തേങ്ങ പൊതിക്കുന്ന കൗതുക കാഴ്ച നാട്ടുകാരെ അമ്പരപ്പിച്ചു. കെട്ടിട കരാർ ജോലിക്കാരനായ കബീർ തന്റെ 15-ാം വയസ്സ് മുതൽ തുടങ്ങിയതാണത്രേ ഈ അഭ്യാസം. ചെറുപ്പത്തിൽ കൂട്ടുകാരൊത്ത ക്രിക്കറ്റ് കളി നടക്കുന്ന ഗ്രൗണ്ടിന്റെ സമീപത്തെ തെങ്ങിൽ നിന്നും വീണ ആദ്യ നാളികേരമായിരുന്നു കബീറിന്റെ ഇര. കളിയുടെ സമയമായതിനാൽ കത്തിയും മറ്റ് ആയുധങ്ങളും ഒന്നുമില്ലാത്തതിനാൽ അന്നായിരുന്നു ആദ്യ ശ്രമം നടത്തിയത്. എന്നാൽ അത് വിജയിച്ചതോടെ കബീർ പിന്നീട് അങ്ങോട്ട് പല മത്സരങ്ങളിലും ബെറ്റുകൾ വെച്ച് മിനിറ്റുകൾക്കകം സെക്കൻഡുകൾക്കുമകം പിന്നീട് അങ്ങോട്ട് തേങ്ങകളുടെ പൊളിയോട് പൊളികളായിരുന്നു. കബീറിന്റെ പല്ലുകൊണ്ടുള്ള തേങ്ങാപ്പൊളി കാണാൻ നാട്ടുകാർ കൗതുകത്തോടെ കബീറിന്റെ വീട്ടിലും എത്താറുണ്ട്. പെരിഞ്ഞനം RMBH സ്കൂളിലെ സ്കൗട്ട് വിദ്യാർത്ഥികൾ റിപ്പബ്ലിക് ദിന സന്ദേശ പ്രചരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് അംഗം VM ഉണ്ണികൃഷ്ണൻ റാലി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക P. ബീബ അധ്യക്ഷത വഹിച്ചു. BG അംബിക, N. സ്മിത, MR രാജഹരി, സ്കൗട്ട് അധ്യാപകൻ MA ദിൽഷാദ് എന്നിവർ സംസാരിച്ചു. സ്കൗട്ട് ലീഡർ നിസാമുദ്ദീൻ, ഷാമിൽ, ഫർഹാൻ, അൽ സാബിത്ത്, അഫ്നാൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ചളിങ്ങാട് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ റാലിക്ക് സ്വീകരണം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ച യുവാവ് മരിച്ചു. ഭരണഘടനയെ മൂല്യങ്ങൾ സംരക്ഷിച്ചു മുറുകെ പിടിച്ചു മുന്നോട്ടു പോകണമെന്ന മന്ത്രി K. രാധാകൃഷ്ണൻ. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്ര മാറാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കാളിപൂജയും വരുണപൂജയും മീനൂട്ടും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.